ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതിന് ഏതൊക്കെ വെജിറ്റബിൾ വെച്ചാൽ അതൊന്ന് കട്ട് ചെയ്യുക കേട്ടോ. പിന്നെ പാനൊന്ന് ചൂടാക്കിയ ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ല ചൂടായി വന്നാൽ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഗാർലിക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി സവാളയും കൂടി ചേർക്കുന്നുണ്ട്. നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല വെന്ത് കിട്ടണമെന്നൊന്നുമില്ല, ഫ്രൈഡ് റൈസിന് ഇങ്ങനെ കടിക്കുമ്പോഴാട്ടോ ടേസ്റ്റ്. പിന്നെ ഞാനിവിടെ ബീൻസ്, ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ് ആട്ടോ വെജിറ്റബിളായിട്ട് എടുത്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും സോയാ സോസും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും കുരുമുളകും ഇട്ടു. ഇനി സോയാ സോസും കൂടി ഒന്ന് കുറച്ച് ആഡാക്കി കൊടുക്കാം. ഇതൊക്കെ ഒഴിക്കുമ്പോൾ ഒരു ഫുൾ ഫ്ലെയിമിൽ ഉണ്ടാവണം കേട്ടോ ഗ്യാസ്. ഇങ്ങനത്തെ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കട്ടെ. ഞാൻ കുറച്ച് മാറ്റി വെക്കുകയാണ് കുട്ടികൾക്ക്. ഇനി അതിലേക്ക് കുറച്ച് മാഗി ക്യൂബോ അല്ലെങ്കിൽ മാഗി മസാല അല്ലെങ്കിൽ നമ്മൾ എപ്പി നൂഡിൽസൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല പാക്കറ്റ്, അങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് ചേർക്കട്ടോ. നല്ല ടേസ്റ്റാണ്. അതൊന്ന് ചേർക്കുക. കുറച്ച് കെച്ചപ്പ്, ചില്ലി ഫ്ലെക്സ് ഉള്ള കെച്ചപ്പൊക്കെ കിട്ടും, അതാണെങ്കിൽ കുറച്ചും കൂടി സ്പൈസി ആയിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നോർമൽ കെച്ചപ്പാണ് ഞാൻ ചേർക്കുന്നത്. അത് ചേർത്തിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലൊന്ന് കുറച്ചൊന്ന് സോയാ സോസിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് വെജിറ്റബിൾക്ക് പിടിക്കുന്ന വരെ ഇതാക്കുക കേട്ടോ. പിന്നെ അതിൽ കുറച്ച് ബാസ്മതി റൈസ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ നോർമൽ ഇവിടെ ഉപയോഗിക്കുന്ന ബുള്ളറ്റ് റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ രാത്രി തന്നെ ചോറ് കുറച്ച് കൂടുതൽ വെക്കും കേട്ടോ. എന്നിട്ട് ബാക്കി ചോറ് ഇങ്ങനെ ഫ്രൈഡ് റൈസ് മാതിരി ചെയ്യലാണ്. നിങ്ങൾക്ക് അപ്പം വേണമെങ്കിൽ അപ്പം ചോറ് ഉണ്ടാക്കിയിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയായി. ഗാർണിഷിനായിട്ട് കുറച്ച് കൊറിയാണ്ടർ ലീവ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ.